ഹേ ഗായ്സ്, ഈ വാഴയില എന്തിനാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നമുക്കൊന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ? എത്രയൊക്കെ ബിരിയാണി കഴിച്ചാലോ മന്തി കഴിച്ചാലോ ഈ വാഴയിലേൻ്റെ അകത്ത് പൊതിഞ്ഞെടുക്കുന്ന ഈ പൊതിച്ചോറിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഈ ഒരു പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് 2K കിഡ്സിനേക്കാളും കുറച്ചും കൂടി റിലേറ്റബിൾ ആവുക 90s കിഡ്സിനായിരിക്കും. അങ്ങനെ നമ്മൾ പൊതിച്ചോറിൻ്റെ അകത്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടോ. അധിക സാധനങ്ങളൊന്നുമില്ല, കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ സെറ്റാക്കിയതാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് കേട്ടോ ഇങ്ങനെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് പോകാറ്. അമ്മ രാവിലെ തന്നെ ഒരു പൊതി മേശപ്പുറത്ത് കൊണ്ടുവെക്കും. അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഒരു മുട്ട പൊരിച്ചതോ ഒരു ചമ്മന്തിയോ എന്തെങ്കിലും ഒരു അച്ചാറൊക്കെ ഉണ്ടാവും. ഈ പൊതിച്ചോറും എടുത്ത് സ്കൂളിൽ പോയി പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പാണ് ഉച്ചയ്ക്ക് ലോങ് ബെല്ലടിച്ച് ആ പൊതിച്ചോറൊന്ന് തുറക്കാൻ വേണ്ടി. എത്രയൊക്കെ ചോറ് ഈ പൊതിച്ചോറിലുണ്ടായാലും ക്ലാസ്സിലെത്തിയാൽ ആ ചോറ് തീരുന്ന വഴി നമുക്കറിയില്ല. ഒരു 2 മണിക്കൂറായപ്പോൾ തന്നെ ഞാൻ ഈ പൊതിച്ചോറ് അങ്ങ് തുറന്നു കേട്ടോ. കറികളൊക്കെ റെഡിയാക്കി പൊതിഞ്ഞ് വെക്കുമ്പോഴത്തേക്ക് തന്നെ 1:30 ആയിക്കേ. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ആ പൊതിച്ചോറ് അങ്ങ് തുറന്നു.